ഏതെങ്കിലും ആളിന്റെ പേര് അത് ഉൾപ്പെട്ടിട്ടുള്ള വോട്ടർ പട്ടികയിൽ നിന്നും ഉടനടി വെട്ടിമാറ്റേണ്ടത്. അപ്പൊ ഒരാള് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ അയോഗ്യനാണെങ്കിൽ അയാൾ വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ നീക്കണം. എന്നാൽ 1-ാം വകുപ്പിലെ സി ഖണ്ഡത്തിന് കീഴിൽ ഒരു യോഗ്യത കാരണം ഒരു നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിക്കളയപ്പെടുന്ന ഏതെങ്കിലും ആളുടെ പേര് അങ്ങനെയുള്ള യോഗ്യത നീക്കം ചെയ്യുന്ന അധികാരപ്പെടുത്തിയ ഏതെങ്കിലും നിയമത്തിന് കീഴിൽ അങ്ങനെയുള്ള പട്ടിക പ്രാബല്യത്തിൽ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള അയോഗ്യത നീക്കം ചെയ്യപ്പെട്ടുന്നുവെങ്കിൽ ഉടനടി അയാളെ തിരികെ ചേർക്കണം. ഇത്രേ പറയുന്നുണ്ട്. ഒരാളെ തെരഞ്ഞെടുപ്പ് കുറ്റവുമായി ബന്ധപ്പെട്ട് അയോഗ്യനാക്കിയിട്ടുണ്ടെങ്കിൽ ആ കുറ്റത്തിൽ നിന്നും അയാളെ വിമുക്തനാക്കിയാൽ അയാളെ വീണ്ടും വോട്ടർ പട്ടികയിൽ ചേർക്കണമെന്നതാണ് അവിടെ പറഞ്ഞത്. ഓക്കെ, അടുത്തത്, യാതൊരാളും ഒന്നിലധികം നിയോജക മണ്ഡലത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടാൻ പാടില്ല എന്ന്. അപ്പോ ഒരാൾക്ക് ഒന്നിലധികം വാർഡുകളിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ യാതൊരാൾക്കും ഒന്നിലധികം നിയോജക മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്യാൻ പാടില്ലാത്തതാണ്. അതൊരു എലക്ഷൻ ഒഫൻസ് ആണ്. അതിന്റെ ശിക്ഷ എന്താന്നൊക്കെ, യാതൊരാളും ഏതെങ്കിലും നിയോജക മണ്ഡലം ഒന്നിലധികം പ്രാവശ്യം രജിസ്റ്റർ ചെയ്യപ്പെടാനും പാടില്ല. അപ്പോൾ ഒരു വാർഡിൽ ഒന്നിലധികം തവണ രജിസ്റ്റർ ചെയ്യാൻ പാടില്ല, ഒന്നിലധികം വാർഡിൽ രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. അടുത്തത് 20 രജിസ്ട്രേഷനുള്ള ഉപാധികൾ. അപ്പൊ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 2 വോട്ട് ചെയ്തു, 2 മണ്ഡലത്തിൽ വോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസാകുമ്പോൾ ഈ വിഷയങ്ങളൊക്കെയാണ് പരിശോധിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ ഈ ഇലക്ഷൻ ഒഫൻസുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 1000 കേസെങ്കിലും, ഏതാണ്ട് ഒരു പഞ്ചായത്തിൽ നിന്ന് മിനിമം ഒരു കേസെങ്കിലും. ഇപ്പൊ രജിസ്ട്രേഷൻ ഉപാധികൾ, ഈ അധ്യായത്തിലെ മുൻപറഞ്ഞ വ്യവസ്ഥകൾക്ക് വിധേയമായി യോഗ്യത കണക്കാക്കുന്ന രീതിയിൽ 18 വയസ്സിൽ കുറയാത്ത ആളായിരിക്കുകയും ഒരു നിയോജക മണ്ഡലത്തിലെ സാധാരണ താമസക്കാരൻ ആയിരിക്കുകയും വേണം. അപ്പൊ വോട്ട് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാ പറയുന്നത്. 18 വയസ്സിൽ കുറയാത്ത ആളായിരിക്കണം, ആ മണ്ഡലത്തിലെ താമസക്കാരനായിരിക്കണം. അപ്പൊ ഞാനിപ്പം എറണാകുളത്താണ് താമസിക്കുന്നത്, എനിക്ക് വോട്ടറായിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അഞ്ചലത്തെ വോട്ട് നിന്ന് വെട്ടിക്കൊണ്ട് ഇവിടെ കൊണ്ടുവരണം. അങ്ങനെ ചെയ്യുന്ന ഏതൊരാൾക്കും ആ നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്യാൻ അവകാശമുണ്ടായി. അപ്പൊ ഒരാൾ പുതിയതായി രജിസ്റ്റർ ചെയ്യുന്ന കാര്യമാണ് പറയുന്നതെങ്കിൽ ഇത് ശരിയാണ്. വേറൊരു വാർഡിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ആളാണെങ്കിൽ ഇത് പറഞ്ഞ് തെറ്റാണ്. ഓക്കെ, അടുത്തത് സാധാരണ താമസക്കാരൻ എന്നതിന്റെ അർത്ഥം ഒരാൾക്ക് ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു വാസസ്ഥലത്തിന്റെ ഉടമയോ കൈവശക്കാരനോ ഉണ്ടെന്നുള്ള കാരണത്തിൽ മേൽ മാത്രം അയാൾ ആ നിയോജക മണ്ഡലത്തിലെ സാധാരണ താമസക്കായി കരുതപ്പെടുന്നതല്ല. എന്താ പറഞ്ഞേ? ഒരാൾക്ക് ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു വീടുണ്ട്, വാസസ്ഥലമുണ്ട്, ഉടമസ്ഥാവകാശമുണ്ട്, അല്ലെ കൈവശാവകാശം ഉണ്ട് എന്ന് കരുതി അയാൾ ആ ഇവിടുത്തെ എന്താകുന്നില്ല, സാധാരണ താമസക്കാരനാകുന്നില്ല. തന്റെ സാധാരണ താമസം എന്നതിന് താൽക്കാലികമായ സ്വയം അസന്നിഹിതനായ ഒരാൾ ആ കാരണത്താൽ അവിടുത്തെ സാധാരണ താമസക്കാരൻ അല്ലാത്തതായി തീരുന്നില്ല. അവിടെ പറഞ്ഞത് വളഞ്ഞ വഴി കൂടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. തന്റെ താമസ സ്ഥലത്തിന് താൽക്കാലികമായി സ്വയം ആസന്നിഹിതനാകുന്ന ഒരാൾ ആ കാരണത്താൽ അവിടുത്തെ സാധാരണ താമസക്കാരൻ അല്ലാതായി തീരുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഇത്രയേ ഉള്ളു കാര്യം. ഉദാഹരണത്തിന് ഞാനിവിടെ എറണാകുളത്താണ് താമസം, എൻ്റെ സ്ഥിരം വീട് കൊല്ലത്താണ്, അവിടെ വിറ്റിട്ടില്ല, വാടകയ്ക്കും കൊടുത്തിട്ടില്ല. ഞാൻ ശരിക്കും സാധാരണ താമസക്കാരൻ എവിടെയാണ്? എൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുകളെടുത്ത. അതാണ് ഇവിടെ പറഞ്ഞത്. അടുത്തത്, പാർലമെന്റിന്റെയോ സംസ്ഥാന നിയമസഭയിലെയോ ഒരംഗമോ ഏതെങ്കിലും തലത്തിലുള്ള ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ താൻ അങ്ങനെയുള്ള അംഗമായിട്ടോ പ്രസിഡന്റായിട്ടോ വൈസ് പ്രസിഡന്റായിട്ടോ അതത് സംഗതി പോലെ തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത്
ഏത് നിയോജക മണ്ഡലത്തിലെ വോട്ടർ